Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇന്ന് പ്രയർ ആരാണ്? പ്രയർ ആരാണ്? ഞാനാണ് മാം. Good morning, ma'am. Okay. Good morning all. Good morning, ma'am. Okay, good morning. പ്രയർ ആരാണ്? Ummu Habba. Ma'am, Manju. ഒന്ന് പറഞ്ഞോ കേട്ടോ. Okay. Start ചെയ്യട്ടെ. We shall overcome. We shall overcome. We shall overcome some days. Oh, deep in my heart, I do believe we shall overcome some days. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome some days. Thank you. Ma'am, തോട്ട് ഞാൻ. മഞ്ജു. തോട്ട് മാം ഞാൻ തോട്ട് പറയാം. പേരെന്താണ്? മഞ്ജു. മഞ്ജു. ഓക്കെ, മഞ്ജു Ma'am, പറഞ്ഞോ. Manju. If you work hard, your success is waiting for you. Abdul Kalam. ഓക്കെ. ഞാൻ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? മാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി കേട്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ വല്ല ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ടായിരുന്നില്ല. തന്നിട്ടില്ലായിരുന്നു. Late ആയിരുന്നു. സോങ്സോ അങ്ങനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. അത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഹലോ, റൈം ഒരു കാര്യം പറഞ്ഞിട്ടെ. ആക്ഷൻ സോങ് ഗുഡ് ഹാബിറ്റിന്റെ അതൊരു ക്ലാസ്സിലെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിലല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊന്നും പറഞ്ഞില്ല. ഹലോ, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ നോട്ട്. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ എന്താണ് ഡെഫിനിഷൻ എഴുതി? എന്നിട്ട് ഹെൽത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വരെ നോക്കിയിട്ടുള്ളൂ. അത് എഴുതി തന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്തില്ല. എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് എഴുതിയെടുത്തിട്ടുണ്ട് എല്ലാവരും. അത് ഹലോ മിസ്, പ്ലീസ് ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. സോ എനിക്ക് ക്ലാസ്സസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫ്ലോയിലേക്ക് വന്നോളൂ, കുഴപ്പമില്ല. ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അത് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ? ഹലോ മിസ്, ഞാനും ഇന്നാണ് ജോയിൻ ചെയ്ത്. എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്തവരൊന്നും കുഴപ്പമില്ല. കാരണം നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. അധികം ഒന്നും നമ്മൾ ഒരുപാട് എടുത്തൊന്നും പോകില്ല. പിന്നെ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ചാപ്റ്റർ വൈസ് ലാസ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ലാസ്റ്റ് എന്തായാലും കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തന്നെയായിരിക്കും. ആ പ്രശ്നമില്ല. ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ ദിവസവും മോർണിംഗ് പ്രയറോട് കൂടിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും എല്ലാ സ്റ്റുഡൻസും കുറച്ച് പ്രയർ സോങ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് തോട്ട് ഓഫ് ദ ഡേ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഓരോ ദിവസം ഓരോരുത്തർ തോട്ട് ഓഫ് ദ ഡേ പറയാറുണ്ട്. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നമ്മൾ ഇവിടെ തന്നെ വെച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി
നമ്മള് കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ് പോണത്. അല്ലാതെ ഞാൻ ക്ലാസ് എടുത്ത് പോകും അത് മാത്രമല്ല, കാരണം കുറച്ച് ടൈം എടുത്താൽ പോലും നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന പോർഷൻ എന്ന് വെച്ചാൽ ഹെൽത്ത്, ഹൈജീൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതില് ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താ ടോപ്പിക് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കണം, ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്. എല്ലാവരും മ്യൂട്ട് ആക്കാട്ടോ. എല്ലാവരും മാക്സിമം ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാര് റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് കുറച്ചും കൂടി ഹെൽത്തി ആവണത് എന്താണ്, കുറച്ചുകൂടി നല്ലത് നമ്മൾ കുറച്ച് ഡിസ്റ്റർബൻസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനും ബുദ്ധിമുട്ടാണ്, ബാക്കിയുള്ളവർക്ക് അത് കേൾക്കാനും ക്ലിയർ ആവാനുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മിസ് എന്റെ പേര് ഇന്നതാണ്, ഞാൻ കാര്യം പറഞ്ഞോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാം. അല്ല ക്ലാസ് എടുക്കണതിന്റെ ഇടയിൽ ഞാൻ ഓണ ഡൗട്ട് എങ്കിൽ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ടൈം ഒന്ന് വായിക്കാൻ തരും. ആ ടൈമിൽ എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയാറ്. അത് മാത്രമല്ല നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി അതേപോലെ തന്നെ മെന്റലി എന്താണ് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയാ, ശാരീരികവും മാനസികവുമായിട്ട് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിനെ ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ആണ് പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ടാസ്കുകൾ വേറൊരാളുടെ സഹായവും ഇല്ലാതെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനേഷൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനേഷൻ ഒന്നുകൂടി വായിക്കുക. അപ്പൊ ഒന്ന് ഇല്ലാത്തവരൊന്ന് എഴുതിയെടുക്കാൻ നോക്കുക, ഉള്ളവരാണെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ഡെഫിനേഷൻ കറക്റ്റ് ആണോ നോക്കുക. Physical fitness is a state of health. Physical fitness is a state of health and well-being. And well-being. And well-being. And more specifically. And more specifically. And more specifically. Physical fitness is a state of health and well-being. And more specifically. എഴുതി എല്ലാവരും? മെസ്സേജ് അയച്ചാ മതി കേട്ടാ, വോയിസ് പറയണ്ട. ഞാൻ വേണേ ടൈപ്പ് ചെയ്ത് അയക്കാം. കുറെ ആൾക്കാർ ഓക്കെ, ഞാൻ പറയാം. ഫിസിക്കൽ ഫിറ്റ്നസ് ഇറ്റ് എ സ്റ്റേറ്റ് ഓഫ് health and well-being and more specifically the ability to perform aspects of sports. മനസ്സിലാവുന്നില്ല, ഒന്നുകൂടെ ക്ലിയർ ചെയ്യുവോ? ഒരു മിനിറ്റ് ആവശ്യം. എവിടെ നിന്ന് കിട്ടാത്തത്? എബിലിറ്റി ടു പെർഫോം ദ ആസ്പെക്ട്സ് ഓഫ് സ്പോർട്സ്, occupation, occupation, കഴിഞ്ഞ ക്ലാസ്സിൽ അത് എഴുതിയെടുത്ത ആരെങ്കിലും ഉണ്ടോ? രശ്മിയാണോ? ഓക്കെ, രശ്മി ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തായിരിക്കുമോ എഴുതിയെടുത്തത്? ഞാൻ കാരണം വീണ്ടും അതിന് ടൈപ്പ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് വലുതാണല്ലോ, അതൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമോ? വേറെ ഡെഫിനിഷൻ ആണോ ഇതല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന ഡെഫിനിഷൻ ഇതല്ലേ? ഇതൊന്ന് ഞാനൊന്ന് വായിച്ചോട്ടെ, ഇത് തന്നെയാണോന്നൊന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം.
Physical fitness is a state of health and well-being, and more specifically, the ability to perform aspects of sports, occupation, and daily activities. Physical fitness is generally achieved through proper nutrition, moderate physical and sufficient rest, along with a formal recovery pace. ഇത് തന്നെയാണോ? ഇത് തന്നെയാ. അതെ മാം. സെയിം അതെ. ഗ്രീഷ്മ അയച്ചിട്ടുണ്ട് കേട്ടോ. ടൈപ്പ് ചെയ്യേണ്ട വേണാലും ഗ്രീഷ്മ അയച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ബാക്കി എഴുതിയെടുക്കാത്തവരൊന്നും എഴുതിയെടുക്കാം കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽബീയിങ് കുറച്ചുകൂടി സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ട് നമ്മൾ സ്പോർട്സ് ഒക്കെ ചെയ്യണം. നമ്മുടെ ജോലി നമ്മുടെ ഡേ ടു ഡേ ചെയ്യേണ്ട വർക്കുകളൊക്കെ വിക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നു. ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ഒരാളുടെയും സഹായം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ പറ്റുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസും അതേപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ അതേപോലെ സഫീഷ്യന്റ് ആയിട്ടുള്ള റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിത്ത് നോർമൽ ഫോർമൽ റിക്കവറി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പൊ ഒരാൾ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മെന്റലിയും അത്യാവശ്യം ഓക്കെ ആയിരിക്കും. അദ്ദേഹത്തിന് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും മെന്റലി ഓക്കെ ആയിരിക്കില്ല. ഫിസിക്കലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടി എടുക്കേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക, കൂടാതെ സഫീഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുക റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഒരു വ്യക്തി ഫിസിക്കലി ഫിറ്റ് ആയിട്ട് വേണ്ടി പ്രോപ്പർ ന്യൂട്രീഷൻ വേണം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യും. ഞാൻ ഓരോരുത്തരും മ്യൂട്ട് ചെയ്യുന്നേക്കാളും നല്ലത് നിങ്ങൾ ഓരോരുത്തരും മ്യൂട്ട് ചെയ്യണേരിക്കും കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ച് എന്തെങ്കിലും കാര്യം പറയാൻ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാത്തതാണ്. ഓക്കെ, ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ടേക്ക് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക, സഫീഷ്യന്റ് റെസ്റ്റ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് പ്രോപ്പർ ന്യൂട്രീഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പിന്നെ എന്താണ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. നമ്മൾ പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്ര മണിക്കൂർ ഉറക്കം വേണം എന്ന് പറയാം. 8 മണിക്കൂർ ആണെങ്കിൽ 8 മണിക്കൂർ നമ്മൾ ആ വ്യക്തി എന്ത് ചെയ്യണം ഉറങ്ങണം. കുട്ടികളും അതേപോലെ തന്നെയാണ്. പ്രോപ്പർ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ന്യൂട്രീഷൻസ് കൊടുക്കാം, അവർ ഫിസിക്കലി ആക്ടിവിറ്റീസുകളിൽ എൻഗേജ് ചെയ്യിപ്പിക്കാം. ദെൻ സഫീഷ്യന്റ് അവർക്ക് ആ ഒരു പറയുന്ന ടൈം 8 to 9 hours സ്ലീപ്പ് ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ 8 to 9 hours സ്ലീപ്പ് വേണം. നമ്മൾ പറയാറുണ്ട് ചെറുപ്പത്തിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉറക്കം നന്നായിട്ട് വേണം എന്ന് പറയാറുണ്ട്. സ്പെഷ്യലി എന്നാണോ സ്പെഷ്യലി എന്നാണോ എടുക്കണത്? സ്പെസിഫിക്കലി എന്നാണ് കേട്ടോ. സ്പെഷ്യലി എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പെസിഫിക്കലി എന്നാണ് ഈ ഒരു വേർഡ്, സ്പെസിഫിക്കലി എന്നാണ്. മാം കഴിഞ്ഞ ക്ലാസ്സിൽ മാം സ്പെഷ്യലി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും അങ്ങനെ തന്നെ എഴുതി. ഓക്കെ ഓക്കെ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. സ്പെസിഫിക്കലി എന്നാക്കിക്കോട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കും. അപ്പൊ ഒന്ന് തെറ്റിപ്പിക്കലാകും. ഓക്കെ, എന്താ മാറ്റമുള്ളതൊന്ന് മാം ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് വിടുവോ? അത്രയും ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പണിയാടാ. അല്ല കേട്ടില്ല എന്താണ് പറഞ്ഞ? സ്പെഷ്യലി ഒഴിവാക്കിയാണ്ട് മാറ്റിയാണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഓ സ്പെസിഫിക്കലി. ഓക്കെ, മെസ്സേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്പെസിഫിക്കലി എന്നാക്കിയിട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മള് ടെസ്റ്റിലേക്ക് വരാം. ഫിസിക്കൽ വെൽനെസ്, നമുക്കിവിടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഫിസിക്കൽ വെൽനെസ് is the ability to bring out daily task with vigor alertness. നമുക്ക് ഡെയിലി ടാസ്ക് മറ്റൊരാളുടെ സഹായവും ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിസിക്കൽ വീക്ക്നെസ് ഒന്നും ഇല്ല എന്ന് പറയണേ. വിത്തൗട്ട് ആന്റി വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഡെയിലി ടാസ്ക് ഒരു മാറ്റവും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഓൾസോ മീൻസ് ഹാവിംഗ് ആംപിൾ എനർജി ടു എൻഗേജ് ഒരു മിനിറ്റ് കേട്ടോ. Ample energy to engage in leisure time activities and handle the stress encountered in emergency situation. അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എനർജി വേണം. നമുക്ക് ടൈംലി കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എന്ത് വേണം എനർജി വേണം. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സുകൾ ഹാൻഡിൽ ചെയ്യാനും പറ്റണം. ചില വ്യക്തികൾക്കാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ അനുഭവിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ ഭയങ്കര ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റാറില്ല. അപ്പൊ നമുക്ക് ഒരു നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആള്, മെന്റലിയും ഫിസിക്കലിയും ഓക്കെ ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ
എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സ്ട്രെസ് ഹാൻഡ്ലിങ്, അത് അത്യാവശ്യം ഫസ്റ്റ് പേജ് ഫസ്റ്റ് മൊഡ്യൂൾ പാർട്ട് 1 ഫസ്റ്റ് പേജ് ആണ്. നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. The physical wellness is the ability to bring out daily tasks with vigor, alertness, without undue weakness. It also means having ample energy to engage in leisure time activities. നമ്മുടെ ഡെയിലി കാര്യങ്ങൾ, ഡെയിലി ടാസ്കുകൾ ചെയ്യാനായിട്ട് മറ്റൊരു വ്യക്തിയുടെ സഹായം ഇല്ലാതെ നമുക്ക് നമ്മുടെ ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലി ഫിറ്റ് ആണ്. ഇനി വെൽനെസ്സിലേക്ക് വരികയാണെങ്കിൽ, വെൽനെസ് ഇസ് an act of practicing healthy habits on daily basis. നമ്മൾ വെൽനെസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വെൽനെസ്സിലേക്ക് വരുന്നത്. ടു അറ്റൈൻ ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, ഒരു വ്യക്തിനെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ടുള്ള ഫിസിക്കലും മെന്റൽ ഹെൽത്തും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സുകൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് എന്തിൽ വരുന്നത്, വെൽനെസ്സിൽ വരുന്നത്. വെൽനെസ് ഇസ് എ കണ്ടീഷൻ ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എ സ്റ്റേറ്റ് ഓഫ് പോസിറ്റീവ് ഹെൽത്ത് in the individual. നമ്മുടെ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. കംപ്ലീറ്റ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ്. ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണ്. ആസ് ഡെക്കറേറ്റഡ് ബൈ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ആൻഡ് സെൻസ് ഓഫ് വെൽബീയിങ്. നമുക്ക് അതുവഴി നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു എന്താ പറയുക, നല്ലൊരു സെൻസ് ഓഫ് വെൽബീയിങ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് വെൽനെസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള, അതാണ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഹെൽത്ത് പറഞ്ഞു, അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസീസ് ഒന്നും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് നയിക്കാൻ പറ്റുകയാണെങ്കിൽ, അതൊരു പോസിറ്റീവായിട്ട് ലൈഫ് നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും, ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ ഡേ ടു ഡേ ടാസ്ക് നമുക്ക് വേറൊരാളുടെ സഹായവും ഇല്ലാതെ ചെയ്യാൻ പറ്റണം. അതേപോലെ നമ്മുടെ സ്ട്രെസ്സുകൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എമർജൻസി സിറ്റുവേഷൻസിൽ വന്ന സ്ട്രെസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ദെൻ വെൽനെസ്സിൽ വന്നപ്പോ ഒരു പോസിറ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ ആകട്ടെ അല്ലെങ്കിൽ ബയോളജിക്കൽ ആകട്ടെ ഒരു വെൽബീയിങ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. അതുവഴി നമുക്കൊരു ക്വാളിറ്റി ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് 3 ക്ലാസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 ക്ലാസ് ആയിട്ട് പറയണതുകൊണ്ട് ഈ ഒരു ചെറിയ പോർഷന് ഇത്രയും സ്പീഡൊക്കെ വരാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത്ര സ്പീഡ് കൂടുതലൊന്നും അല്ല. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് വന്ന പോർഷനാണ്. ഓക്കെ, ഇനി ഓരോരുത്തരും ഹെൽത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് എന്താണ് മനസ്സിലായത്, വെൽനെസിനെ കുറിച്ച് എന്താണ് മനസ്സിലായത്, ഞാൻ ചോദിക്കണവര് പറഞ്ഞു കേട്ടോ. ആരതി മോനെ ഹെൽത്തിനെ കുറിച്ച് എന്താണ് മനസ്സിലായത്? ആരതി ഹലോ, പറഞ്ഞോടാ. ഹെൽത്തിനെ കുറിച്ച് മോൻ എന്താ മനസ്സിലായത്? ഇംഗ്ലീഷ് പറഞ്ഞാ മതിയോ? ഇതിലുള്ളത് വായിച്ച് പറഞ്ഞു തരാനാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ മോൻ എന്താണോ മനസ്സിലായെന്നാണ് ചോദിച്ചത്. അത് ഇംഗ്ലീഷ് പറയാനും കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹലോ പറഞ്ഞോടാ. ആരതി കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഷീബ ഹലോ പറഞ്ഞോടാ. റേഞ്ചിന്റെ പ്രശ്നമാണോ? ഹലോ, കേട്ടില്ലേ മാം? ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റില്ലടാ, മ്യൂട്ട് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അയ്യോ,
അപ്പൊ ഒന്നുകൂടെ പറയട്ടെ. ഒന്നുകൂടി പറഞ്ഞോ. അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ, അതായത് വേദനയൊന്നും അറിയാൻ പറ്റാത്ത ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ വേദനയൊന്നും ഇല്ലാത്തൊരവസ്ഥ. കറക്റ്റ് ആണോ? മെന്റൽ പെയിന്റെ കാര്യമല്ലേ ഇപ്പം പറഞ്ഞു? മെന്റൽ പെയിൻ ഇല്ലേ, അല്ലാതെ ബോഡി പെയിൻ അല്ലല്ലോ. Absence of disease, pain or injury. നമ്മളെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ്, ഫിസിക്കലി ആൻഡ് ഇമോഷണലി. നമ്മുടെ ഹെൽത്ത് മെന്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക. ഒരു പേഴ്സൺ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവസ്ഥ. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അസുഖങ്ങളിൽ നിന്നുള്ള ഫ്രീഡം, പെയിൻ ഫിസിക്കൽ മാത്രമല്ല മെന്റൽ ആയിട്ടുള്ള പെയിൻ ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ മാം? ഞാൻ പറയട്ടെ? അസുഖങ്ങളും ഇഞ്ചുറികളും ഇല്ലാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞത് ശരി തന്നെ മാം? അതേടാ, കറക്റ്റ് ആണ് ശിവ. നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥ. മാനസികവും ശാരീരികമായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേദനകളൊന്നും അവസ്ഥ. ഒരു വ്യക്തി ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ ചോദിക്കണവര് പറഞ്ഞാൽ മതി. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ്? മിസ്സേ, ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് മറുപടി തരാൻ കേൾക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് നോക്കാൻ പറ്റുന്നത് അടയാളപ്പെടുത്തി വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഓക്കെ, ഞാൻ ചോദിച്ചത് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ആരാ പറയണത്? ഞാൻ ഓരോരുത്തർ വിളിക്കണോ? പറഞ്ഞോ, സഞ്ജനയാണ് പറയണത്. ബാക്കി എല്ലാവരും മ്യൂട്ട് ആവാട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്ന ഓക്കെ ആയിട്ടുള്ള ഇതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് സ്പോർട്സിലാണെങ്കിലും ഓക്കുപേഷനിലാണെങ്കിലും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ്. പിന്നെ അതുപോലെ നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻസ് എടുത്ത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ടുള്ള ഇതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആരാണ് പറയണത് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച്? അവർക്ക് മനസ്സിലായത് ആ കുട്ടി പറഞ്ഞത് കറക്റ്റ് ആണ്. അതേപോലെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഡെയിലി ടാസ്ക് ചെയ്യുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, ഇനി അടുത്ത ആൾക്കാർക്ക് കൊടുക്കട്ടെ. സ്നേഹ പറഞ്ഞോ. ഡെയിലി ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി, സ്വന്തം കാര്യം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ള ഒരാളാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, അതിനനുസരിച്ചുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഹെൽത്ത് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഉണ്ടെന്നുള്ള ഒരു മീനിങ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. കറക്റ്റ് ആണ് സ്നേഹ. ട്രസ്റ്റ് മാനേജ് ചെയ്യുക, നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കുക. ചെയ്യാൻ പറ്റും. വെൽനെസിനെ കുറിച്ച് ആർക്കാ മനസ്സിലായത്? റീനയ്ക്ക് അറിയോ? ഹെൽത്ത് നല്ല വ്യായാമം, ശരീരത്തിൽ തന്നെ നല്ല ഹെൽത്തിന് വ്യായാമം നല്ല ആവശ്യമാണ്. ഭക്ഷണത്തിനോടൊപ്പം തന്നെ വ്യായാമം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മാനസികാവസ്ഥയെയും ശാരീരികക്ഷമതയെയും നിലനിർത്താനായിട്ട് ഫിസിക്കലായിട്ടുള്ള എക്സർസൈസുകളും ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. വെൽനെസിനെ കുറിച്ച് നെക്സ്റ്റ് വെൽനെസ് കേട്ടോ. നമ്മുടെ ഇമോഷൻസ് നിയന്ത്രിക്കുക. മാം വെൽനെസിനെ കുറിച്ച് ഒന്നും കൂടെ പറയുമോ? ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ പോസിറ്റീവ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇമോഷണലിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് വെൽനെസ്സിൽ എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഫോളോ ചെയ്യുക. അത് വെൽനെസിന്റെ പാർട്ടാണ്. ബാക്കി പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് എടുക്കാന്ന് പറഞ്ഞില്ലേ? ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് നിൽക്കണത്.
ശാരീരികവും മാനസികവുമായിട്ട് നല്ല അവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ശാരീരിക മാനസികമായിട്ട് നല്ലൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് പറയാം. കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള, അതായത് പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വെൽനെസ് എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ചിട്ട രീതികളോട് കൂടിയിട്ട് നമ്മുടെ ഫുഡ് ആയാലും നമ്മുടെ എക്സസൈസ് ആയാലും മെന്റലി ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ടെൻഷനിൽ ഇരുന്നാലും നമ്മ വരുന്ന കാര്യങ്ങള് നല്ല നീറ്റായിട്ട് നല്ല പോസിറ്റീവായിട്ട് ഏത് ടാസ്ക് വന്നാലും ചെയ്യാൻ പറ്റുന്ന. വെൽനെസിനെ കുറിച്ച് ആരോ ഒന്നും കൂടി പറഞ്ഞുതരാൻ പറഞ്ഞില്ല, അവർക്ക് മനസ്സിലായോ? ഓക്കെ, വെൽനെസിനെ കുറിച്ച് നോട്ട് തരാനാണ്. കാരണം ടെസ്റ്റിലത്തെ നോട്ട് തന്നെ പഠിച്ചാൽ മതിയേ എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോട്ട് തരാനായിട്ടാ. കാരണം നമ്മൾക്ക് ഫുള്ളും കാണാപ്പാടില്ല. ഓക്കെ, നോട്ട് തരാം. വെൽനെസിനെ കുറിച്ചിട്ടുള്ള നോട്ടാണ്. നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തോട്ടോ. കാരണം ഈ നോട്ട് മൊത്തം നമുക്ക് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വായിക്കുക, അതൊന്ന് മനസ്സിലാക്കുക, അത്രയും മതി. അതിൽ നിന്നായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് എന്താണ് നോട്ട് തരുന്നത്. എനിക്കെന്ന് വെച്ചാല് ഈ ഡെഫിനിഷൻ തന്നെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മള് എനിക്ക് ആയതുകൊണ്ട് എന്റെ പുറത്തുനിന്ന് ഒരുപാട് ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മള് റെഫർ ചെയ്യാം, എല്ലാവരും റെഫർ ചെയ്ത് പഠിക്കാം. വെൽനെസ് ഇസ് ആൻ ആക്ട് ഓഫ് Wellness is an act of ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട്. Wellness is an act of practicing healthy act of practicing healthy. മാം ഒന്നുകൂടെ പറയോ? Wellness is the act of practicing healthy habits. Wellness is an act of practicing healthy habits on a daily basis to attain ബേസ്. ഒരു മിനിറ്റ് മോനെ എഴുതിയെടുക്കുക, ടൈപ്പ് ചെയ്തൊന്ന് അയക്കട്ടെ, എന്നിട്ട് കിട്ടാത്തവരൊന്നോട് പറയാം. To attain better physical and mental health. ഇപ്പൊ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. മാം ഒന്ന് മെന്റൽ ഹെൽത്ത് മാം ഹലോ മാം attain physical and mental health എന്നല്ലേ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ്? മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഔട്ട്കംസ്, അത്രേ ഉള്ളൂ. ചെറിയ ഡെഫിനിഷൻ ആണ്. ഒന്നുകൂടി പറയാം, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. വെൽനെസ് ഇസ് ആൻ ആക്ട് ഓഫ് പ്രാക്ടീസിങ് ഹെൽത്തി ഹാബിറ്റ്സ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യാം, ഹെൽത്തി ഹാബിറ്റ്സ് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓൺ ഡെയിലി ബേസിസ്, ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് ഞാൻ 2 നേരം രാവിലെ 2 നേരം കുളിച്ചു, അടുത്ത ദിവസം അത് മുടക്കാനൊന്നും പാടില്ല. ഡെയിലി ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ടു അറ്റൈൻ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഔട്ട്കംസ്. നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫിസിക്കലും മെന്റൽ ഔട്ട്കംസും നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൽനെസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയേ, മ്യൂട്ടിന്റെ ഇങ്ങനെ മ്യൂട്ട് കൊടുക്കൂട്ടാ, അതാ പറ്റുള്ളൂ. ഒരാളോടും പറഞ്ഞ് മ്യൂട്ട് ആക്കാൻ പറഞ്ഞ ചെയ്യില്ല. പിന്നെ മ്യൂട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എപ്പോഴാണോ നല്ല കുട്ടികളാവണത് അപ്പൊ മാത്രം ഞാൻ എന്ത് ചെയ്യാം, മ്യൂട്ട് മാറ്റാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാട്ടാ. നമ്മൾ പറഞ്ഞതാണ് വെൽനസ് ഇസ് ആൻ ആക്ട് ഓഫ് പ്രാക്ടീസിങ് ഹെൽത്തി ഹാബിറ്റ്സ് ഓൺ ഡെയിലി ബേസ്. നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഡെയിലി ബേസിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതുവഴി നമുക്ക് മെന്റലും ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് എന്ത് ചെയ്യാൻ പറ്റും,
നേടിയെടുക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ വെൽനെസ്. ഓക്കെ ആണോ? ഇനി നമ്മ പറയണത് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് എന്നാ പറയുന്നത്? ഒരു 6 കണ്ടന്റ്സ് നമ്മൾ പറയുന്നത്. സ്ട്രെങ്ത്, ശാരീരിക ക്ഷമത, സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, സഹിഷ്ണുത, ഫ്ലെക്സിബിലിറ്റി, നമുക്ക് മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റണം, ചലിക്കാനായിട്ട് പറ്റണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ സ്പോർട്സിലൊക്കെ എൻഗേജ് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹാബിറ്റ്സ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഹാബിറ്റ് HABIT ആണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഫ്ലെക്സിബിലിറ്റി കേട്ടോ. ഫ്ലെക്സിബിൾ ആയിരിക്കും. സ്പീഡ്, നമുക്ക് സ്പീഡ് അക്യൂർ ചെയ്യാം. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് ആണ്. അജിലിറ്റി എന്ന് വെച്ചാൽ ചടുലത അല്ലെങ്കിൽ ചുറുചുറുക്കോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയൂലേ, ഇതേ അവൻ ഭയങ്കര ചുറുചുറുക്കാണ്, കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര സ്പീഡാണെന്ന് പറയും. ദെൻ എന്താണ്, കോർഡിനേഷൻ. നമ്മുടെ എല്ലാ ബോഡി നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും പ്രോപ്പർ ആയിട്ട്. ഈസ് ആൻ ആക്ട് ആണ് കേട്ടോ. ഞാൻ ആൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഞാൻ ഇനി അടുത്ത പോർഷൻ എടുത്ത് തുടങ്ങിക്കോട്ടെ. അപ്പൊ ഡൗട്ട് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല എല്ലാവരും. എടുത്തോട്ടെ. ഓക്കെ, കണ്ടന്റ്സ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ട്രെങ്ത് പറഞ്ഞു, എൻഡ്യൂറൻസ് പറഞ്ഞു, ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു, സ്പീഡ് പറഞ്ഞു, അജിലിറ്റി പറഞ്ഞു, ദെൻ കോർഡിനേഷൻ പറഞ്ഞു. ഇതിൽ സ്ട്രെങ്ത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഫിസിക്കലി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നല്ലൊരു എന്താ വേണം, പേശിബലം വേണം. നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കണം. നമ്മുടെ ശാരീരിക ക്ഷമത അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയും. സ്ട്രെങ്ത്, a health related component of the physical fitness that relate to the capacity of the muscles to exert force. നമുക്ക് ഒരു ബല ഫോഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ആ മസിലിന്റെ ആ കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്ത് പറയണത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എൻഡ്യൂറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് കമ്പോണന്റ് ആണ്. ഇതും ഒരു ഹെൽത്ത് റിലേറ്റഡ് കോമ്പോണന്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് that related to the muscles ability to continue to perform without weakness. നമ്മൾ സഹിഷ്ണുത എന്താ വേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യുമ്പോ വീക്ക്നെസ് ഒന്നുമില്ല, ടയേർഡ് ഒന്നുമില്ലാണ്ട് നമ്മൾ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്യാനുള്ള ആ ഒരു സഹിഷ്ണുത നമുക്ക് ഓരോ വ്യക്തിക്കും വേണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെക്സിബിലിറ്റി ആണ്. The health related content of the physical strength ആണ് that relating to the range of motions available at a job. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ, ഒരു ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് പല പല ചലനങ്ങൾ ആവശ്യമായിട്ട് വരും. ആ ചലനങ്ങളൊക്കെ ചെയ്യണം. ഇപ്പൊ കുട്ടികളെ കളിക്കാന്ന് വിചാരിക്കും, അപ്പൊ അവർ കളിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പൊ ഫുട്ബോളാണ് കളിക്കണമെങ്കിൽ ആ ബോൾ വന്നതിനനുസരിച്ച് അവർ ഓടണം, അത് പന്തടിക്കണം. അപ്പൊ രീതിയിൽ അവർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. എപ്പോ വേണമെങ്കിലും ചേഞ്ചസ് വന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാനായിട്ട് അവരുടെ ബോഡി എന്ത് ചെയ്യണം, പ്രിപ്പയർ ആയിരിക്കണം. നെക്സ്റ്റ് സ്കില്ലാണ് സ്പീഡ്. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ എന്താ പറയാ, ആ പറഞ്ഞിരിക്കുന്ന ടാസ്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. A skill related component of physical strength that related to the capacity to perform movements within a short period of time. ചെറിയൊരു ഷോർട്ട് പീരീഡിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് പറ്റണം. സ്പീഡി ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം, സ്പീഡി ആയിരിക്കണം എന്നാണ് ഓരോരുത്തരുടെ വേണ്ട കഴിവുകളാണ് പറയുന്നത്. അജിലിറ്റി എന്ന് വെച്ചാല് ചടുലത. മലയാളത്തിൽ വേർഡ് അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോ, ചടുലത, ചുറുചുറുക്ക്. നമ്മളെങ്ങനെ പറയുന്നത്, ആ ചെക്കൻ ഭയങ്കര ചുറുചുറുക്കാണ്, ഭയങ്കര കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. A skill related component of physical fitness. Physical fitness ആയിട്ട് related skill related component ആണ്. That relates to rapidly changing the position of entire body in a space with a speed and efficiency. നല്ല എഫിഷ്യൻസിയോട് കൂടി, നല്ല സ്പീഡോട് കൂടി നമ്മുടെ ബോഡി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവർ ആ ബോൾ വന്നതിനനുസരിച്ച് പെട്ടെന്നായിരിക്കും, റാപ്പിഡ് ആയിരിക്കും, പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കാറ്, പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കും. ബോളിനനുസരിച്ച് ഓടണോ, അതടിക്കണോ. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന ഒരു ഗെയിം ഉണ്ട്, മൈതാനം നമ്മൾ
മൈൻഡിലേക്ക് ഒരു ഗ്രൗണ്ട് ആണ് നമ്മുടെ മൈൻഡിലേക്ക് വന്നെങ്കിൽ ആ ഒരു ബോളിന് പുറകെ ഒരുപാട് പ്ലേയേഴ്സ് 11 പ്ലേയേഴ്സും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്ലേയേഴ്സിന്റെ ആ ഒരു എന്താ പറയുക ചടുലത, സ്പീഡി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇനി കോർഡിനേഷൻ, നമ്മൾ നമ്മൾ പല സെൻസ് ഓർഗൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കാഴ്ചയും കേൾവിയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സ് ആയിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതും ഒരു സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പോണന്റ് ആണ്. കപ്പാസിറ്റി ടു യൂസ് സെൻസ്, നമ്മളുടെ സെൻസ് ഓർഗൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമ്മൾ എന്ത് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. സച്ച് ആസ് സൈറ്റ്, ഹിയറിംഗ് ടുഗദർ വിത്ത് ബോഡി പാർട്സ് ഇൻ പെർഫോമിംഗ് മോട്ടോർ ടാസ്ക് ഇവന്റ്ലി ആൻഡ് ആക്യുറേറ്റ്ലി. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ എന്താ പറയാ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മള് ഒരു ടീച്ചർ എന്താണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചത്തെ മുമ്പ് പറഞ്ഞു തരായിരുന്നു. അപ്പൊ നമ്മളത് കേൾക്കണം, കറക്റ്റ് ആയിട്ട് അത് കേട്ടിട്ട് ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നത് കേൾക്കുക, എന്നിട്ട് അത് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സൈറ്റ് കാണുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വരണമെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാൻ തിരിച്ചു പോകാൻ പറ്റും. ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസിന്റെ യൂസോടുകൂടി നമ്മുടെ ബോഡിയിലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതാണ് കോർഡിനേഷനിൽ വരുന്നത്. ഒന്നും കൂടി പറയാം. capacity of the muscles to expert force. നമുക്ക് എന്താണ് നമ്മുടെ പേശി ബലം പ്രയോഗിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് മാത്രം നല്ല രീതിയിൽ അണ്ടർലൈൻ ചെയ്യും. കപ്പാസിറ്റി ഓഫ് ദ മസിൽസ് ടു എക്സ്പെർട്ട് ഫോഴ്സ്. നെക്സ്റ്റ്, the muscle ability to continue to perform without weakness. നമുക്ക് വീക്ക്നെസ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. സഹിഷ്ണുത എന്ന് പറയും, സഹിഷ്ണുത എന്ന് മലയാളത്തിൽ പറയും. ഫ്ലെക്സിബിലിറ്റി, that related to range of motion available at a job. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തോരം ചലിച്ചുകൊണ്ടിരിക്കണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സ്പീഡ്, capacity to perform movements within a short period of time. Movements within a short period of time. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം, അതിനെയാണ് എന്ത് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് agility. എന്താണ്, rapidly changing the position of the entire body in the space with the speed and efficiency. നല്ല സ്പീഡോട് കൂടി നല്ല എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ ബോഡി ആ മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്, അജിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കോർഡിനേഷൻ, കപ്പാസിറ്റി ടു യൂസ് സെൻസ്. സെൻസിന്റെ അവിടെ സെൻസ് ഓർഗൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഒരു ക്വസ്റ്റ്യന്റെ എക്സാമ്പിള്, ചടുലത ട്ടാ, ചടുലത, അജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടുലത, ചുറുചുറുക്ക്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചുറുചുറുക്കോടെയാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നീ കണ്ടില്ല അവൻ എത്ര സ്പീഡിയാണ്, എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് അവന് ഭയങ്കര ചുറുചുറുക്കാണ്. നോക്ക്, ഒരു ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ഞാൻ പറയാം, 2 ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറയാം, ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടാ. എ ഹെൽത്ത് റിലേറ്റഡ് കമ്പോണന്റ് ദാറ്റ് റിലേറ്റ്സ് ടു muscular ability to continues to perform without weakness. A health related component of physical fitness, comma, that relate to the muscles ability to continues to perform without weakness. Strength ആണ്. Okay, strength ആണോ, strength ആണോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച എല്ലാവരും ചാടി കയറി ആൻസർ പറയരുത്, കാരണം ഈ 6 പോയിന്റും ഒരേപോലെ നമുക്ക് തോന്നും. എൻഡ്യൂറൻസ് ആണ് ട്ടോ. നെക്സ്റ്റ് ട്ടാ, the component that relates of physical fit, component of physical fitness that relate to the capacity to use sense organs. The component of the physical fitness that relate to the capacity to use the sense organs. നമ്മൾ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം. കോർഡിനേഷൻ ആണ് ആൻസർ കേട്ടോ, കോർഡിനേഷൻ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഈ 6 പോയിന്റിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കൺഫ്യൂഷൻ വരും. സോ ഞാൻ പറഞ്ഞ രീതിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് രീതിയിൽ നമ്മൾ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ പോലെ തന്നെ പഠിക്കുക. സ്ട്രെങ്ത്, capacity to muscles to expert force, endurance, എന്താണ്, muscles ability to continue to perform without weakness.
Flexibility, range of motion available at a job. Speed, perform a movement within a short period of time. Agility, changing the position of entire body. Changing the position at the entire body. Coordination, capacity to use sense organs. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫ്ലെക്സിബിലിറ്റി ഒന്നുകൂടി പറയണോ? നമ്മൾ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടിരുന്നാലാണ് നമുക്ക് ആ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ഇപ്പൊ ഒരു ബോൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മളത് അടിച്ചു തെറിപ്പിക്കണമല്ലോ. നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ഫോഴ്സിൽ അത് അപ്ലൈ ചെയ്ത സ്ട്രെങ്ത് ഒരു എന്താ പറയാ പെട്ടെന്ന് അത് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെ ബോഡി. അജിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറുചുറുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറുചുറുപ്പോട് കൂടി ഒരു ആക്ടിവിറ്റീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ ചടുലതയോട് സ്പീഡി ആയിട്ട് കാര്യങ്ങൾ നല്ല എഫിഷ്യന്റ് ആയിട്ട് സ്പീഡി ആയിട്ട് ചെയ്യണം. കറക്റ്റ് ആയിട്ട് നല്ല സ്പീഡോട് കൂടി കാര്യങ്ങൾ ചെയ്യാം. അതെന്താണ് അജിലിറ്റി എന്ന് പറയുന്നത്? ചുറുചുറുക്ക്, ചടുലത എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മെസ്സേജ് അയക്കി പിള്ളേരെ, നിങ്ങൾ മ്യൂട്ട് ആക്കിയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. എനിക്ക് താല്പര്യമൊന്നും ഇല്ലാണ്ടല്ല, എന്ത് ചെയ്യാനാണ്, എല്ലാവരും അതേപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മ്യൂട്ട് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. മ്യൂട്ട് ഓൺ ആക്കി തന്നെ ക്ലാസ് എടുക്കാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഒരാള് മാത്രം ഞാൻ മ്യൂട്ടാണ് മിസ് ചെയ്യാം, ബാക്കിയുള്ളവർ അങ്ങനെ അല്ലാത്ത എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല, അങ്ങനെ വിചാരിക്കരുത്. മ്യൂട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് അഷ്യൂറൻസ് ആയിരിക്കും. എൻഡ്യൂറൻസ്, ഇൻഷുറൻസ് നിങ്ങളുടെ ഒരു ടൈപ്പ് ചെയ്ത പോലെ തോന്നും. എൻഡ്യൂറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിഷ്ണുത. നമ്മൾ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ആക്ടിവിറ്റി നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ ഒരു എന്താ പറയാ, അങ്ങനെ പറ്റണേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡ്യൂറൻസ്. സഹിഷ്ണുത വേണം. പെട്ടെന്ന് ഒരാൾ നല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയണേ, PSC എക്സാമിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, PSCക്ക് ചെന്ന് ചേരാൻ പാടില്ല. കാരണം എന്താണ്, അതിനൊരു ടൈം ഉണ്ട്, നമുക്ക് അതിനൊരു സഹിഷ്ണുത വേണം. നമ്മളത് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, പ്രാക്ടീസിലാക്കാനായിട്ട് അവർക്ക് പറ്റുന്ന ആ ഒരു എബിലിറ്റിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പൊ നമ്മളൊരു ഗെയിമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫുട്ബോള് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് അടിച്ചു തെറിപ്പിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് രീതിയിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബോഡി എന്ത് ചെയ്യാൻ പറ്റണം, മൂവ് ചെയ്യാനായിട്ട് പറ്റണം. മോഷൻസ് ആണ് നമ്മുടെ ബോഡിയുടെ മോഷൻസിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്രീലി മൂവബിൾ ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് വൺ വേർഡ്സ് ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തന്നിട്ടില്ലേ, ഏതൊക്കെ വേണമെങ്കിലും ഏത് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടാവും, എൻഡ്യൂറൻസ് കൊടുത്തിട്ടുണ്ടാവും, സ്പീഡ് കൊടുത്തിട്ടുണ്ടാവും, ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏതാണോ ഓക്കെ, രണ്ടും സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും. ഓക്കെ, നോക്കട്ടാ. സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ, ഓക്കെ, ഒരു കഥയുണ്ട്, നാറാണത്ത് ഭ്രാന്തനെയാണ്. പഴയ ഒരു കഥയാണ്, എന്താ പറയാ, പറയെ പറ്റി പന്തിരുകുലം എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള കഥയാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്താ ചെയ്യുന്നത്, എല്ലാ ദിവസവും രാവിലെ ഒരു പാറക്കല്ല് നല്ല രീതിയിൽ അതെന്ത് ചെയ്യും, ഉരുട്ടി 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 എന്ത് ചെയ്യും, മോളിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അയാൾക്ക് എന്തുണ്ട്, ആ ഒരു കാര്യം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഇത് ഡെയിലി ചെയ്യണ്, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അത് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇതേ ടാസ്ക് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, പെർഫോം ചെയ്യണം. അപ്പൊ അയാൾക്ക് അത് വീക്ക്നെസ് ഒന്നുമില്ല, നല്ല സഹിഷ്ണുതയോട് കൂടി നല്ല ഇതോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്ട്രെങ്ത് വെച്ചാൽ അത് ചെയ്യാനുള്ള ഫോഴ്സ്. ഇപ്പൊ എനിക്കൊരു എന്താ പറയാ, ഒരു ഭാരമുള്ള വസ്തു എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം, അതിനുള്ള ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു കപ്പാസിറ്റിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ കാര്യം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, നമ്മൾ വീക്ക് ആവും ഇല്ലേ, നമുക്ക് മടുക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു വെയിറ്റ് ഉള്ള കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി എനർജി ആവശ്യമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വീക്ക് ആവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവാതിരിക്കുക എന്ന് വെച്ചാൽ വീക്ക് ആവരുത്. വിത്തൗട്ട് വീക്ക്നെസ്സോട് കൂടി നമ്മൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഓക്കെ, കാരണം ഞാൻ
കുറെ ക്ലാസ്സുകൾ കുറെ ബാച്ച് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ കുട്ടികളെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമല്ല. ഭയങ്കര ഇന്ററാക്ഷനോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. സോ നിങ്ങൾ മാത്രം ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും അതനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം. ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് 10 minutes എന്ത് ചെയ്യും, ഓൾ മ്യൂട്ട് മ്യൂട്ട് മാറ്റിയിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം ദെൻ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓൾ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. കാരണം ഇപ്പൊ നമുക്കിപ്പോ കുറെ കുട്ടികൾ ടൈപ്പ് ഒക്കെ ചെയ്ത് അയക്കുന്നുണ്ട്. ഇതില് ആരെങ്കിലും ഒരാൾക്ക് കുറച്ച് വീക്ക് ആയിട്ടുള്ളവരോ ഇംഗ്ലീഷിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ളവരോ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളുടെ 10th മുതലുള്ള കുട്ടികൾ എന്താണ് മോൺസോറിയിൽ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നവർക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്യാണ്ട് പോകുന്നത് ക്ലാസ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യും എന്ന് ഉറപ്പാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ എന്താണ് ഞാൻ മ്യൂട്ട് ഓൾ മ്യൂട്ട് കൊടുക്കാണ്ട് തന്നെ ക്ലാസ് എടുക്കണം. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം നിങ്ങളായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ. ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ വന്ന് പറയണു, നിങ്ങളായിട്ടൊരു ഇന്ററാക്ഷൻ ഇല്ല, ഒരു ഇതില്ലാത്ത പോലെയാണ്. അതെനിക്ക് ഇഷ്ടമല്ല. നമ്മൾ മോണ്ടിസോറി പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളും ഞങ്ങളും കൂടി ഒരുമിച്ചൊരു രീതിയിൽ വന്നാൽ മാത്രമേ, ഞങ്ങൾ ട്രാക്കിലേക്ക് വന്നാൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഞാൻ അൺമ്യൂട്ട് ചെയ്യണം. കാരണം ഇത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. മ്യൂട്ട് ചെയ്ത് വെച്ച് പിള്ളേർ പറയണമെന്നും കേൾക്കാതെ ഇരുന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞാല് നിങ്ങളുടെ റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായോ എന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. കാരണം എന്താണ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇന്നത് എന്നതാണ് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമാണ്. നമുക്ക് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചാലാ സ്ട്രെങ്ത് എന്താണ്, എൻഡ്യൂറൻസ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി എന്താണ്, സ്പീഡ് എന്താണ്, അജിലിറ്റി എന്താണ്, അതേപോലെ കോർഡിനേഷൻ എന്താണെന്ന് ഒന്നും കൂടി പറയാം. ഓരോരുത്തർ പറയട്ടെ. എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്, ക്ലിയർ ആണ് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അവരെ തന്നെ പിടിക്കാം അല്ലെ. സഞ്ജന പറഞ്ഞോ മാം, ഏതാ പറയണ്ടേ? സഞ്ജന സ്ട്രെങ്ത് എന്താന്ന് പറ. സ്ട്രെങ്ത് എന്ന് പറയുമ്പം നമുക്ക് ഫിസിക്കലി പിന്നെ നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കലി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മസിൽസ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് അതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കേടാ, മ്യൂട്ട് ആയിക്കോട്ടെ. ഇനി തൻസി പറഞ്ഞോടാ. പറഞ്ഞോടാ തൻസി. ഏതാണ് മാം പറയേണ്ടത്? അടുത്തത് എൻഡ്യൂറൻസ്. സഹിഷ്ണുതയാണ് മാം. ഒരു കാര്യം തന്നെ പല പ്രാവശ്യം നമുക്ക് ചെയ്യാൻ തരുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് നമുക്ക് വേറെ ഫിസിക്കൽ ഒരു പ്രശ്നവും ഇല്ലാതെ അത് തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഫ്ലെക്സ്, നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വേണ്ട ഫ്ലെക്സ് ആണ് എൻഡ്യൂറൻസ്. ഓക്കേടാ. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ആരാ പറയണത്? ഉമാദേവി. ഉമ. ഫ്ലെക്സിബിലിറ്റി അല്ലേ മാഡം? മാം ഫ്ലെക്സിബിലിറ്റിടാ. ഫിസിക്കലി സ്ട്രെങ്ത് ആയിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഞാൻ പറയണ എന്നാ റിപ്പീറ്റ് കേക്കാണ്. ഓക്കെ പറഞ്ഞോടാ. നമ്മള് ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്ട്രെങ്ത് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കുക. എല്ലാ ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള എന്താണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക. ഓരോ കാര്യങ്ങളും ടാസ്കുകളൊക്കെ തരുമ്പോഴും. വേറെ ആരെങ്കിലും പറയോ ഫ്ലെക്സിബിലിറ്റി? ഞാൻ പറയാം. കേക്കുന്നില്ല. ഓക്കെ. നമുക്ക് കിട്ടുന്ന ടാസ്ക് നമ്മുടെ ശാരീരികമായിട്ട് നമുക്കത് ചെയ്യാൻ ശരീരം വഴങ്ങുന്ന അവസ്ഥ, ഫ്ലെക്സിബിൾ ആകുന്ന ഏത് ടാസ്കും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. നമ്മുടെ ബോഡീസ് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റണം. നമ്മുടെ ബോഡിയുടെ ചലനങ്ങൾ അനുസരിച്ച്, മോഷൻസ് അനുസരിച്ച് നമുക്ക് പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി. നെക്സ്റ്റ് ആരാണ്? ജയശ്രീ ട്ടോ. സ്പീഡല്ലേ മാം?
ഹലോ, സ്പീഡ് അല്ലേ മാം? സ്പീഡാണ് സ്പീഡ്. ആ, നമ്മൾക്ക് എന്ത് പ്രവൃത്തിയാണോ ചെയ്യേണ്ടത് അത് ശാരീരികമായിട്ട് വേഗതയിൽ വൃത്തിയായും ചെയ്യാനുള്ള കഴിവിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ കറക്റ്റ് ടൈമിൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ ഒരു കമ്പോണന്റ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടൈമിനുള്ളിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ആരാണ് പറയണത്? റീജ. പേര് പറഞ്ഞേടാ. റീജ. അജിലിറ്റി ചുറുചുറുക്ക്, അതായത് നല്ല സ്പീഡോട് കൂടി നമ്മുടെ ബോഡി പൊസിഷൻ ഒക്കെ ചേഞ്ച് ആകുമ്പോൾ നല്ല സ്പീഡോട് കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റണം. എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതിനെയാണ് അജിലിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര ഇക്കോ ഉണ്ട്, മ്യൂട്ട് ആയിക്കോട്ടാ. ഭയങ്കര ഇക്കോ എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇക്കോ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, എക്കോ തോന്നുന്നുണ്ട്. ഇനി ആ മ്യൂട്ട് ഓൺ ആക്കാൻ പറയുന്ന ആള് മാത്രം ഓൺ ആക്കാൻ പാടുള്ളൂ. ഞാൻ സംസാരിക്കുന്നതിന് എക്കോ തോന്നുന്നുണ്ടോ? ഓക്കെ. ഇനി ആയിഷ അല്ലേ ഇനി പറയേണ്ടത്? ആയിഷ പറഞ്ഞോട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാം. നമ്മുടെ എന്ത് ചേഞ്ച് ചെയ്യാൻ അതായത് നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്പീഡിൽ എഫിഷ്യന്റോടുകൂടി ചെയ്യാം. പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ പറയാം. നല്ല ചുറുചുറുക്കോട് കൂടി ആക്ടിവിറ്റീസ് ഓടി നടന്ന് നമ്മൾ പറയാറുണ്ട്. ആ കൊച്ചു നല്ല ചുറുചുറുക്കോട് കൂടിയാണ് അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അവൻ നല്ല സ്പീഡി ആയിട്ടും ചെയ്യേണ്ടത്, എഫിഷ്യന്റ് ആയിട്ടും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്താണ്? നല്ല ചുറുചുറുക്കുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല അജിലിറ്റി ഉള്ള വ്യക്തിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ നമ്മള് സാധാരണ ഒരു എക്സാമ്പിൾ പറയുന്നത് വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യില്ല, അത് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കും. സ്പീഡി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, അത് ക്ലീൻ ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല സ്പീഡി ആയിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത്. അങ്ങനെ എന്താണ്? അവൻ അജിലിറ്റിയാണ്, ചുറുചുറുക്കോട് കൂടിയാണ് ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് പറയാം. ഇല്ലെങ്കിൽ അവന്റെ വർക്കാണ്, നമുക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ആണ്. അപ്പൊ നല്ല സ്പീഡി ആയിട്ടുള്ള ചെയ്യണം. ഓരോ കാര്യങ്ങൾ സാധാരണ ആൾക്കാർ ചെയ്യണമെങ്കിൽ നല്ല സ്പീഡി ആയിട്ടാണ് ആ കുട്ടി ചെയ്യണമെങ്കിൽ അവൻ എങ്ങനെയാണ്? നല്ല ചുറുചുറുക്കമുള്ള കുട്ടിയാണ്. പെട്ടെന്ന് ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ മാത്സ് പ്രോബ്ലംസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന്, ഇപ്പൊ കുഞ്ഞു കുട്ടികളായിരിക്കും, 1 സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ അവർ പെട്ടെന്ന് മാത്സ് വേഗം ചെയ്യും. അങ്ങനത്തെ കുട്ടികൾ നമ്മൾ എന്താ പറയുക? നല്ല ചുറുചുറുക്കോടുള്ള കുട്ടികളാണ്. ചില കുട്ടികൾ ഇരുന്ന് സ്ലോ ആയിട്ട് ഇങ്ങനെ 1, 2 അങ്ങനെ കുട്ടികൾ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് അത്ര ചുറുചുറുക്കില്ല എന്ന് നമ്മൾ കോമൺലി പറയാറുണ്ട്. അത്രേ ഉള്ളൂ അജിലിറ്റി എന്ന് പറയുമ്പോൾ കേട്ടോ. ദെൻ കോർഡിനേഷൻ ആരാ പറയണേ? സ്നേഹ പറഞ്ഞോട്ടെ കോർഡിനേഷൻ എന്താന്ന്. സ്നേഹ, ഞാനില്ല, വേറെ ആരെങ്കിലും പറഞ്ഞോട്ടോ. ഗീതു. Capacity to use sense organs. എന്താണ്? capacity to use sense organs. അതെനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരാള് പറഞ്ഞു കോർഡിനേറ്റ് ചെയ്ത് ഐസും ഹാൻഡ്സും എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇതിനാണ് കോർഡിനേഷൻ പറയുന്നത്. എല്ലാ സെൻസ് ഓർഗൻസും യൂസ് ചെയ്തിട്ട് ഓക്കെ, സെൻസ് ഓർഗൻസ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സെൻസ് ഓർഗൻസ് എത്ര ഉണ്ട്? കോമൺ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാം, ഓരോ സെൻസ് ഓർഗൻസും പറയാം. ആക്ടിവിറ്റി ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ജയശ്രീ പറഞ്ഞ ഒരു സെൻസ് ഓർഗൻ പറഞ്ഞ അത് ഫംഗ്ഷൻ പറഞ്ഞേ.
നോസ് ടു സ്മെൽ. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. സെൻസ് ഓർഗൻ പറയാ, അതിന്റെ ഫങ്ഷൻ പറയാ. ഹിയർ പറഞ്ഞു, ഹിയർ കേൾക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. ഇനി അടുത്ത സെൻസ് ഓർഗൻ ആരാ പറയണത്? നോസ് ടു സ്മെൽ. നോസ് ടു സ്മെൽ. നെക്സ്റ്റ് സെൻസ് ഓർഗൻ ഐസ് ടു സീ. ഐസ് ടു സീ. ഞാൻ പറയണത് പറയോ? ഞാൻ പറയണവര് പറഞ്ഞാ മതി. ഓക്കെ. Yes, ma'am. Eyes to sight. To see. To see. Okay. കാണാനായിട്ട്. Ears to hear. Okay. Ears to hear. അത് നമ്മൾ പറഞ്ഞു. Eyes to see പറഞ്ഞു. പിന്നെ Skin to touch. Tongue to taste. Tongue to taste. Tongue to taste. Tongue to taste. Skin to touch. Skin to touch. Touch. Skin to feel. Nose to smell. Nose to smell. Okay. Nose to smell. Nose to smell. ഇത്രയുമാണല്ലോ നിങ്ങളുടെ നമ്മളുടെ അസൈൻമെന്റ് ബുക്ക് ഉണ്ടല്ലോ, അതില് സെൻസ് ഓർഗൻസും അതിന്റെ ഫങ്ഷൻസും. സെൻസ് ഓർഗൻസിന്റെ ഇമേജ് പേസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചെയ്യണോ കേട്ടോ? ചെയ്യാൻ പറ്റുമോ? മാം നോട്ട്ബുക്ക് തന്നെയാണോ? നോട്ട്ബുക്ക് അല്ല, അസൈൻമെന്റ് ബുക്ക് കേട്ടോ. സെപ്പറേറ്റ് ഒരു ബുക്ക് എടുക്കുക, അസൈൻമെന്റ് ബുക്ക്. വലിയൊരു A4 ഷീറ്റ് ടൈപ്പ് ബുക്കുകൾ കിട്ടാറില്ലേ? അതിന്റെ ഹെഡിങ് ആയിട്ട് എന്താ മാം എഴുതണ്ടേ? സെൻസ് ഓർഗൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ അപ്ലോഡ് ചെയ്യണോ അത് ചെയ്തിട്ട്? വേണ്ട, അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ. അത് ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ അത് പ്രസന്റ് ചെയ്യണേ. അപ്പൊ അതിന്റെ ഫോട്ടോ ആണെങ്കിൽ ഒരു ഇമേജ് കാണിക്കാം. ഹിയറിന്റെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, വല്ല മ്യൂസിക് A4 ഷീറ്റിൽ എഴുതി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു അസൈൻമെന്റ് എടുക്കുക. ഒരു വലിയ ബുക്ക് ഉണ്ടല്ലോ, വലിയ അസൈൻമെന്റ് ബുക്ക്, കോളേജ് ബുക്ക് ഉണ്ടല്ലോ, അത്യാവശ്യം സാധാരണ ബുക്ക് അല്ല, അത് കുറച്ചുകൂടി വലുതാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ബോക്സ് ഒക്കെ വരച്ചിട്ട് ഇമേജ് ഒക്കെ പേസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് കൊടുക്കാം, ഫംഗ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കാണിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് ചെയ്തോ. ഞാൻ നാളെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട, ക്ലാസ്സിൽ ഒന്ന് കാണിച്ചാൽ മതി. നിങ്ങളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയണേ കേട്ടോ. ഓക്കെ, നാളെ വരുമ്പോ ആതിര ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്കത് നോക്കാം. എല്ലാവരും ചെയ്യണം. എല്ലാവരും ചെയ്യണം. ഒരു ആക്ടിവിറ്റി ബുക്ക് മതി. എന്താണ്? ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ടോട്ടൽ എത്ര നോട്ട്ബുക്ക് വേണ്ടി വരും? അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഇട്ടാൽ മതി. ഓരോ ടീച്ചേഴ്സിന് ഓരോ നോട്ട്ബുക്ക് ആണെങ്കിൽ, ചെറിയ നോട്ട്ബുക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ല ടെസ്റ്റ് കോളേജ് ബുക്ക് ആണെങ്കിൽ ഒരു സൈഡിൽ ഒരു ടീച്ചർ എഴുതണമെങ്കിൽ നെക്സ്റ്റ് ബാക്കിന്ന് എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോ. അസൈൻമെന്റ് ബുക്ക് എല്ലാ സബ്ജക്റ്റിനും ഒന്ന് മതിയോ? അത് മതി. അസൈൻമെന്റ്സ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് വലിയ ബുക്ക്, ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ എല്ലാ അസൈൻമെന്റ്സും കൊണ്ടോളും. ഞാൻ A4 ഷീറ്റിൽ എഴുതിപ്പിക്കാതെ എന്താണെന്നറിയോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഭാവിയിൽ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. വരാറുണ്ട്, ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അസൈൻമെന്റ്സ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബൈബിൾ നല്ല ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ആ ഒരു അസൈൻമെന്റ് ബുക്ക് മതിയോ? ഒരു അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ബുക്ക് എടുത്താൽ മതി. എല്ലാ ടീച്ചേഴ്സിന്റെയും അസൈൻമെന്റ്സ് അതിൽ എഴുതിയാൽ മതി. കേട്ടല്ലോ? റെക്കോർഡ് വേണോ? റെക്കോർഡ് വേറെയാണ്. റെക്കോർഡ് ഡീറ്റെയിൽസ് നമുക്കൊരു പാർട്ട് 1 ഒക്കെ കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ഈ ഒരു 3 months കഴിയുമ്പോഴേക്കും തരും. അപ്പൊ മുതൽ ചെയ്തു തുടങ്ങിയാൽ മതി. ഓക്കെ, വേറെ ഒന്നും പോണ്ട. അപ്പൊ താങ്ക് യു. എന്താണ്? താങ്ക് യു മാം. താങ്ക് യു. ചെയ്യാട്ടോ. മാഡം പ്ലീസ് ഒരു താങ്ക് യു മാം. താങ്ക് യു മാം. പ്ലീസ് ബുക്ക് മതിയോ? ഡൗട്ട് ചോദിച്ചോ. ഈ ഓരോ ചാപ്റ്റർ എന്താണ് ഡൗട്ട് ചോദിക്കുന്നവര് മാത്രം ചോദിക്കേ. മാം ലോങ് സൈസ് അൺറൂൾഡ് ബുക്ക് മതിയോ അസൈൻമെന്റിന്? മനസ്സിലായില്ല?
ലോങ് സൈസ് അൺറൂൾഡ് ബുക്ക് മതിയോ അസൈൻമെന്റിന്? ലോങ് സൈസ് ആയിട്ടുള്ള ലൈൻ ഇടാത്ത ആ ബുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്, വലിയ ബുക്ക്. ഓക്കെ മാം. ചാപ്റ്ററിന്റെ പേര് എഴുതണോ അസൈൻമെന്റ് ഇത് എഴുതുമ്പോ? ചാപ്റ്ററിന്റെ പേര് എഴുതണോ? വേണ്ട വേണ്ട. ഡ്രോ ചെയ്താ പോരാ? മതി, വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വരയ്ക്കണം. കാരണം ഇപ്പൊ റെക്കോർഡൊക്കെ എഴുതുന്ന കുട്ടികള് സ്വന്തമായിട്ട് വരയ്ക്കണേണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ തന്നെ റെക്കോർഡൊക്കെ എഴുതാൻ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കണം. ഓരോ ഇമേജസ് ഒക്കെ വരയ്ക്കണ കാണണം, നല്ല അടിപൊളിയായിട്ടാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ കഴിവുകൾ അതുവഴി എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. ചാപ്റ്ററിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടോ? എന്താണ് മോക്ക് ടെസ്റ്റ് ഉണ്ടോ? ചാപ്റ്റർ വൈസ് ആണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോ അതാത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും കേട്ടോ. എന്റെ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, ദെൻ മോക്ക് ടെസ്റ്റ് വെക്കും. അങ്ങനെയാണ്. ചാപ്റ്റർ വൈസ് ആണ്, ചാപ്റ്റർ യൂണിറ്റ് വൈസ് ആണ്. മാഡം ഈ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഞങ്ങൾക്ക് നോട്ട് തരുമോ മാഡം? നമുക്കിപ്പോ ഈ തന്നിരിക്കുന്നത് ഒരു നോട്ടാണ്, ഇത് റെഫറൻസിന് വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എക്സാമിന് വരുമ്പോ ഈ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെ ഇപ്പൊ നിങ്ങൾ തരുന്ന നോട്ടാണ് പഠിക്കേണ്ടത്? നോട്ട് എല്ലാവരും റെഫർ ചെയ്യാം. കാരണം നമുക്ക് ഏതിന് വരുമെന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇന്ന ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറയാം. പക്ഷെ എക്സാമിന് വരുമ്പോ അത് കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചതിന് തന്നെ വരുള്ളൂ. പുള്ളിനാള് തന്നെ വരാറ്. കുറച്ചുകൂടി കഴിയുന്നത് മനസ്സിലാക്കും. ഇത് ടെസ്റ്റ് മാത്രം കാണാൻ പാടില്ല പഠിക്കണല്ല. നമ്മൾ ഇവിടെ ഇരുന്ന് അക്യൂർ ചെയ്യുന്ന നോളജ് ആണ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ മാഡം പ്ലീസ് ഹോംവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങള് ഗ്രൂപ്പിലൊന്ന് ഇട്ടത് നല്ലതായിരുന്നു. എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങള്, ഇപ്പൊ അസൈൻമെന്റ്, പ്രൊജക്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങള് ഞങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. എല്ലാരും അതേപോലെ ചെയ്യുമല്ലോ. അത് ക്ലാസ് റെഗുലർ ആയിട്ട് കയറാണെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഗ്രൂപ്പിലിടാൻ പറയാം. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് ഇന്ന് വരില്ലല്ലോ, നാളെ അല്ലേ വരൂ. അപ്പം ഇന്നത്തെ വർക്ക് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഗ്രൂപ്പിലിട്ടാ നല്ലതായിരുന്നു. അത് വർക്ക് എന്താണെന്ന് മാത്രം കേൾക്കുന്നില്ലേ? ഗ്രൂപ്പിലിടാൻ പറയാം. താങ്ക് യു. അതുപോലെ റെക്കോർഡ് ക്ലാസ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു മാഡം. അതായിരുന്നു കുറച്ചും കൂടെ യൂസ് ആവുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് നമ്മുടെ ഗൂഗിൾ മീറ്റിലുള്ള ഗൂഗിൾ മീറ്റ് നല്ല ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് അല്ല അത്. ഓക്കെ, അപ്പൊ ഈ ആക്ടിവിറ്റി ആരെങ്കിലും ഒരാള് ഞാൻ പറയാ ഷെറിൻ ഗ്രൂപ്പിൽ ഇടാട്ടോ. എന്താണ് ആക്ടിവിറ്റി? പ്രിപ്പയർ എ ഫ്ലോ എന്താണ് ഓക്കെ, ഷെറിൻ അത് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക്. എന്താണ് സെൻസ് ഓർഗൻസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ വിത്ത് ഇമാജിനറി വിത്ത് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അഡ്മിഷൻ ഇല്ല കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ്. അസൈൻമെന്റ് ആണെങ്കിൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ടിവിറ്റി ആണ്. അതിനെ കുറിച്ച് നോട്ട് എഴുതണോ അതോ പിക്ചർ മാത്രം മതിയോ? പിക്ചർ മാത്രം മതി. പിക്ചർ മാത്രം. നോസ് ആണെങ്കിൽ നോസിന്റെ സെൻസ് എന്താണ്? സ്മെല്ല്. അപ്പൊ ഒരു ഇമേജ് വരുന്നതെന്ന് വെച്ചാൽ ഒരു കറി, ഒരു എന്താ പറയാ കറിയ അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് വന്നത്, ആവി വരുമ്പോ ആ സ്മെല്ല് വന്നെന്നുള്ള രീതിയിൽ ആ സ്മെല്ല് കൊടുക്കാം. ഫ്രൂട്ട്സിന്റെ ആ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് പറയാം. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അത് പേസ്റ്റ് ചെയ്യാം, ഒരു ഇമേജ് വെച്ച് പേസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ടല്ലേ ഈ ടെക്സ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ലേ ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുത്ത് പോവാ. അപ്പൊ നോട്ട് എന്ന് പറയുന്നത് ഓരോ ടീച്ചേഴ്സും സെപ്പറേറ്റ് വേണമെന്നാണോ പറയുന്നത്? ഇപ്പൊ ഇംഗ്ലീഷിന് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് എടുക്കണമല്ല. ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എടുക്കണമല്ലോ എല്ലാവരും. അതേപോലെ ഓരോ ടീച്ചേഴ്സിനും വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ വലിയ ബുക്കൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു ടീച്ചറിനെയും അടുത്ത സൈഡിൽ നിന്ന് വേറെ ടീച്ചറിനെയും വേണമെങ്കിൽ നമുക്ക് അതങ്ങനെ എഴുതാൻ പറ്റും. ചെറിയ ബുക്കാണെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും ഓരോ ബുക്ക്. ഇപ്പം എന്റെ പേര് എഴുതാം. പിന്നെ താങ്ക് യു ഓൾ. ഞാനൊരു